ഗണിതമിത്രം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉയരം അളക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. നമുക്ക് ചുറ്റുപാടുമുള്ള ഏതൊരു വസ്തുവിൻ്റെയും ഉയരം, ഉദാഹരണമായി തെങ്ങ്, കവുങ്ങ് അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങുകൾ അഥവാ ഉയരമുള്ള ഏതൊരു വസ്തുവിൻ്റെയും ഉയരം വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും എങ്ങനെ കണ്ടെത്താം, അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതിനുവേണ്ടി ചെറിയൊരു TLM ഉണ്ടാക്കേണ്ടതുണ്ട്, അഥവാ ക്ലൈനോമീറ്റർ. അതിൻ്റെ നിർമ്മാണവും അതുപയോഗിച്ചെങ്ങനെ എളുപ്പത്തിൽ നമ്മൾ ഉയരം അളക്കുക എന്നുള്ളതുമാണ് ഇന്നിവിടെ നമുക്ക് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു ക്ലൈനോമീറ്റർ നിർമ്മിക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചാർട്ട് പേപ്പർ എടുക്കുക. ഞാനിവിടെ ഫോം ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഒരു ചാർട്ട് പേപ്പർ എടുത്ത് കാർഡ്ബോർഡിൽ ഒട്ടിച്ചാലും മതി. 6 സെൻറ്റിമീറ്റർ കോമ്പസ് എടുത്ത് നമ്മളൊരു അർദ്ധവൃത്തം വരയ്ക്കുക. കോൺമാപിനി ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ്, ചെറിയൊരു മാറ്റമുള്ളൂ. അർദ്ധവൃത്തം വരയ്ക്കുക. ഇനി നമുക്ക് കോൺമാപിനി ഉപയോഗിച്ച് അടയാളപ്പെടുത്താം. ഓരോ 10 ഡിഗ്രിയിലും അടയാളപ്പെടുത്തുക. 10, 20, 30. ഇനി നമുക്ക് ഇതൊന്ന് വരക്കാം. 10 ഡിഗ്രി വീതം അടയാളപ്പെടുത്തിയത് ഇതേപോലൊന്ന് വരച്ച് വെക്കുക. ഇനി നമുക്ക് ഇതിൽ കോണുകൾ അടയാളപ്പെടുത്തുക. നമ്മൾ സാധാരണ അടയാളപ്പെടുന്ന ചെറിയ മാറ്റമുണ്ട്. ഇതിൻ്റെ നമ്മൾ 90 ഡിഗ്രി അടയാളപ്പെടുത്തുന്ന, 90 ഡിഗ്രി അടയാളപ്പെടുത്തുന്ന അവിടെ 0 ഡിഗ്രിയാണ് അടയാളപ്പെടുത്തേണ്ടത്. അതിനുശേഷം ഇരുവശത്തേക്കും 10, 20 എന്ന ക്രമത്തിൽ അടയാളപ്പെടുത്തുക. 30 ഡിഗ്രി, 90. ഇവിടെ നമ്മൾ നേരെ സാധാരണ 90 ഡിഗ്രി അടയാളപ്പെടുത്തുന്ന ആ സ്ഥാനത്ത് 0 ഡിഗ്രിയും 30 ഡിഗ്രി 10, 20 ഇങ്ങോട്ട് 2 ഭാഗത്തേക്കും അടയാളപ്പെടുത്തി. ഈ രൂപത്തിലാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നമുക്ക് ഒരു നൂലിലൊരു വെയിറ്റ് കെട്ടിത്തൂക്കി ഇതിലൂടെ നൂലിട്ടിട്ട് ഇപ്പുറത്ത് നമുക്ക് ഒട്ടിച്ച് വെക്കാം. ഈ ഭാഗത്ത് ഒട്ടിച്ച് വെക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു സ്ട്രോ ഫിറ്റ് ചെയ്യാം. ഇതിന് പകരം പേപ്പർ ഉപയോഗിച്ച് സ്ട്രോ ഉണ്ടാക്കിയാലും മതി, പേപ്പർ ചുരുട്ടി ഉണ്ടാക്കിയാലും മതി. ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ക്ലൈനോമീറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പോസ്റ്റിൻ്റെ ഉയരമാണ് അളക്കേണ്ടത് എന്ന് കരുതുക. നമ്മൾ ഈ പോസ്റ്റിൻ്റെ ഉയരത്തെ AB എന്ന് അടയാളപ്പെടുത്തുന്നു. AB എത്രയാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, അഥവാ പോസ്റ്റിൻ്റെ ഉയരം എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ ക്ലൈനോമീറ്ററിലൂടെ പോസ്റ്റിൻ്റെ ഏറ്റവും മുകളിലേക്ക് നോക്കുക. 45 ഡിഗ്രി ആകുന്നത് വരെ. ഇപ്പോൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് നീങ്ങും തോറും ഡിഗ്രി കുറഞ്ഞ് 50ആയി, ഇങ്ങനെ കുറഞ്ഞ് ഇപ്പം എത്രയായി? 40നും 50നും മധ്യത്തിൽ 45 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ പൊസിഷനിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുണ്ടാകുന്ന ഈ കോണ് എത്രയാണ്? 45 ഡിഗ്രി. ഇതിപ്പോൾ നമ്മൾ നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഈ കണ്ണിൻ്റെ ഉയരവും ഇവിടെ നിന്നുള്ള ഇതുവരെയുള്ള ഉയരവും ഇവിടുന്ന് ഈ ഇതിലേക്കൊരു ലംബം വരച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഉയരം എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഇതിനെ നമുക്ക് AB കൊടുത്തു, നമ്മുടെ ഉയരത്തെ CD എന്നും കൊടുക്കാം, ഈ ബിന്ദുവിനെ E എന്നും കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഈ പോസ്റ്റിലേക്കുള്ള ദൂരം അളക്കുകയാണ്.
അത് എത്ര ആയിക്കോട്ടെ, 10, 20, 15 മീറ്റർ ആയിക്കോട്ടെ. നമ്മൾ അളന്നപ്പോൾ ഒരു 15 മീറ്റർ കിട്ടിയെന്നിരിക്കട്ടെ. 15 മീറ്റർ കിട്ടിയെന്നിരിക്കട്ടെ. ഇപ്പോൾ CD നമ്മുടെ ഉയരം ഒരു 1.5 മീറ്റർ ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉയരം 1.5 മീറ്റർ, 1.5 മീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും എത്രയാണ്? 1.5 മീറ്റർ തന്നെയാണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇതുവരെയുള്ള ഉയരം കിട്ടി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടണം. എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ മട്ട ത്രികോണത്തിൻ്റെ പ്രത്യേകത? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 45 ഡിഗ്രിയാണ് നമുക്കറിയാം, എടുത്തിട്ടുണ്ട്. ഇവിടെ 90 ഡിഗ്രിയാണ്, മട്ടകോണാണ്. ഇവിടെ എത്രയായിരിക്കും? 45. ഇങ്ങനൊരു രൂപം നമ്മളെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുണ്ടല്ലോ. എന്താ അതിൻ്റെ പ്രത്യേകത? 45, 45, 90 ആണല്ലോ നമുക്ക് പരിചയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വശവും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. ഇവിടെ നിന്നിങ്ങോട്ടുള്ള അതേ അകലം തന്നെ ആയിരിക്കും ഇവിടെ നിന്നിങ്ങോട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 15 മീറ്റർ ആണെങ്കിൽ അതേ അകലമായിരിക്കും. ഇവിടെ 45 ഡിഗ്രി ആണെങ്കിൽ അതേ അകലമായിരിക്കും ഇങ്ങോട്ട്. എത്ര? 15 മീറ്റർ. അപ്പോൾ നമുക്ക് AB-യുടെ നീളമല്ല കിട്ടേണ്ടത്, അഥവാ പോസ്റ്റിൻ്റെ നീളം എന്ന് പറഞ്ഞത് AB ആണ്. AB-യുടെ നീളം എങ്ങനെ കാണാം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് AE എത്രയാണ്? 1.5 മീറ്ററും ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര കിട്ടി? ഇതേ അകലം തന്നെയാണല്ലോ, ഇതേ അകലം 15 മീറ്ററും കിട്ടി. സമയം എത്ര കിട്ടി? 16.5 മീറ്റർ, അഥവാ 16.5 മീറ്ററാണ് ഈ പോസ്റ്റിൻ്റെ ഉയരമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ 45 ഡിഗ്രി കോണളവാണ് എടുത്തത്. എപ്പോഴും ഇങ്ങനെ നമുക്ക് ഇതേ അകലത്തിൽ, ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം തന്നെയാണ് ഇവിടുന്ന് ഇങ്ങോട്ടെന്ന് പറഞ്ഞു, ഇത്ര അകലത്തിൽ നിൽക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് അടുത്ത് നിന്ന് കോണ് കാണേണ്ടി വരും. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ്, എങ്ങനെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പോസ്റ്റിൻ്റെ ഉയരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ AB എന്നെടുത്തു, നമ്മുടെ ഉയരം CD എന്നെടുത്തു. ഇനി നമ്മൾ ക്ലൈനോമീറ്റർ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് അധികം പിന്നോട്ട് വരാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നിർത്തി. എത്ര ഡിഗ്രി ഉണ്ട്? 60 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. എത്ര ഡിഗ്രി ഉണ്ട്? 60 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. 60 തന്നെ വേണമെന്നില്ല, 55, 51 ഏതും ആകാം. ഇവിടെ നമുക്ക് 60 ഡിഗ്രി കിട്ടി. ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലവും തുല്യമാണോ? അല്ല. ഇവിടെ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റി. ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം? നമ്മുടെ ഉയരം 1.5 മീറ്റർ തന്നെയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് CDE ഇതെത്രയാണ്? 1.5 നമുക്കറിയാലോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം എത്രയാവട്ടെ, നമ്മൾ അളന്നപ്പോൾ ഒരു 12 മീറ്റർ കിട്ടി. 12 മീറ്റർ കിട്ടി. ഇനി നമ്മൾ കാണേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടി, ഈ അകലമാണ് കാണേണ്ടത്. അതിന് വേണ്ടത് നമ്മൾ ഈ വശവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിനേക്കാൾ അധികം നീളമുണ്ട് ഇത്, അല്ലേ? അപ്പൊ ഇതിന്റെ എത്ര മടങ്ങുണ്ട് ഇത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന് വേണ്ടത് നമ്മൾ ഇതേ അളവില് ഒരു ചെറിയ മട്ട ത്രികോണം വരയ്ക്കുക. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വശം ഒരു 10 സെന്റിമീറ്റർ എടുത്ത് വരച്ചു. എത്രയാണ്? 10. 10 എടുക്കണമെന്നില്ല, ക്രിയ ചെയ്യാൻ എളുപ്പം. നമുക്ക് 10 ആയതുകൊണ്ട് 10 സെന്റിമീറ്റർ എടുത്ത് 10 സെന്റിമീറ്റർ. ഇനി ഇവിടെ നിങ്ങോട്ട് മട്ടകോണാണല്ലോ, മട്ടകോൺ വരക്കാം. മട്ടകോൺ വരച്ചു. ഇനി നമുക്ക് ഇത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി അല്ലേ? അപ്പൊ 60 ഡിഗ്രിയിൽ ഒരു കോണ് വരക്കാം. 60 ഡിഗ്രിയിൽ ഒരു കോണ് വരക്കാം. കോൺമാപിനി ഉപയോഗിച്ച് 60 ഡിഗ്രിയിൽ ഒരു കോണ് വരക്കുക. അപ്പോൾ ഇതേ വലുപ്പമല്ലെങ്കിലും
ഇവിടെയുള്ള അളവ് എത്രയാണ്? 60 ഡിഗ്രി. ഇതും 60 ഡിഗ്രി ആണല്ലോ. ഇത് മട്ടകോണാണ്, ഇത് മട്ടകോണാണ്. അപ്പൊ ഈ രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതേ വലുപ്പത്തിലല്ലെങ്കിലും ഇതേ അളവിൽ, കോണളവ് ഇതേ അളവ് വരുന്ന രൂപത്തിൽ ചെറിയൊരു മട്ടത്രികോണം വരയ്ക്കുക. ഇത് നമുക്ക് ഇവിടെ നിന്നിട്ട് അളവ് നമുക്കറിയാം. അതുകൊണ്ട് ഈ അളവ് നമുക്ക് നല്ലൊരു അരിക്കാൻ പറ്റുന്ന, ഏത് സംഖ്യയും അരിക്കാൻ പറ്റുന്ന ഒരു അളവാക്കി എടുക്കുക ഒന്നാവുക. 10 സെന്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് ഏത് സംഖ്യയും 10 കൊണ്ട് ഹരിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് 10 എടുത്തത്. 10 തന്നെ എടുക്കണമെന്നില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഉയരം അളക്കുക. നമുക്ക് കിട്ടിയ ഇതേ അളവിൽ വരക്കുമ്പോൾ കിട്ടിയ ഈ ഉയരം അളക്കുക. എത്ര കിട്ടി നമുക്ക്? 18.5 സെന്റിമീറ്റർ കിട്ടി. എത്ര കിട്ടി? 18.5 സെന്റിമീറ്റർ കിട്ടി. ഇത് 10 സെന്റിമീറ്റർ അല്ലേ? ഇനി ഇവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കുക. ഇതിന്റെ എത്ര മടങ്ങാണ് 18.5? 10ന്റെ ഈ വശത്തിന്റെ എത്ര മടങ്ങാണ് ഈ വശം നോക്കിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യാം? 18.5നെ 10 കൊണ്ട് ഹരിക്കുക. അതുകൊണ്ടാണ് 10 എടുത്തത്, ഹരിക്കാൻ എളുപ്പത്തിന്. 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം ഇങ്ങോട്ട് ദശാംശം ഇട്ടാൽ മതി. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 1.85. അപ്പൊ ഈ വശത്തിന്റെ 1.85 മടങ്ങാണ് ഈ വശം എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ 1.85 മടങ്ങാണ് ഈ വശം. അപ്പൊ ഇവിടെയും ഇതിന്റെ 1.85 മടങ്ങായിരിക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇത് 12 മീറ്റർ ആണ്. ഇതിന്റെ 1.85 മടങ്ങ് കാണാം. എങ്ങനെ കാണാം? 12ഉം 1.85 തമ്മിൽ ഗുണിക്കുക. 22.20. അപ്പൊ ഇതിന്റെ അളവ് എത്രയായിരിക്കും? 22.20 മീറ്റർ ആയിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മളെ പോസ്റ്റിന്റെ ഉയരം എത്ര ആയിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ ഉയരം 1.5 മീറ്റർ. ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര കിട്ടി നമുക്ക്? 22.20. 22 മീറ്ററും 20 സെന്റിമീറ്ററും കിട്ടി. ഇവ തമ്മിൽ കൂട്ടിയാൽ മതിയല്ലോ. അപ്പൊ എത്ര കിട്ടി? 22.20 1.5 072132. എത്ര കിട്ടി? ഈ പോസ്റ്റിന്റെ ഉയരം എത്രയാണ്? 23.70. ഇങ്ങനെ ചെറിയ ലഘുവായ ക്രിയകൾ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലുള്ള ഏത് വസ്തുവിന്റെ ഉയരവും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ക്ലൈനോമീറ്റർ ഉണ്ടാക്കുക എന്നും അതുപയോഗിച്ച് ഉയരം എങ്ങനെ അളക്കുക എന്നും മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇനി എല്ലാവരും ക്ലൈനോമീറ്റർ ഉണ്ടാക്കി നമ്മുടെ ചുറ്റുഭാഗം കാണുന്ന മരങ്ങളുടെയൊക്കെ ഉയരം ഒന്ന് കണക്കാക്കി നോക്കുക. ഓക്കെ.